ഷിരൂരിലെ തിരച്ചിൽ തുടരുകയാണ്. ഗംഗാവലി പുഴയിൽ ട്രക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ. അടിത്തട്ടിൽ ടയർ കണ്ടെത്തിയെന്നും ഈശ്വർ മാൽപേ പറയുന്നു. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ വച്ചിരുന്നു. അലക്സ്, അത് നമ്മുടെ അവിടെ ഈ ട്രക്ക് കാണാതായത് മുതൽ ഈ നാൾ വരെയുള്ള അന്വേഷണത്തിൽ പരിശോധനയിൽ ഏറ്റവും നിർണായകമായ ഒരു സൂചനയാണ് ട്രക്കിന്റെ ടയർ അടിത്തട്ടിൽ കണ്ടെത്തിയെങ്കിൽ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞോ അലക്സ്? ഹാഷ്മി, സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംശയം പറയുന്നുണ്ട് ഈശ്വർ മാൽപേ. ഈ പ്രദേശം നമുക്കറിയാം, ലക്ഷ്മണന്റെ ചായക്കട ഉണ്ടായിരുന്ന പ്രദേശമാണ്. അതിന്റെ സമീപത്താണ് ഈശ്വർ മാൽപേ അടിത്തട്ടിലേക്ക് എത്തി മുങ്ങി ഉള്ള പരിശോധന നടത്തിയത്. ആദ്യ പരിശോധനയിലാണ് അദ്ദേഹം മുങ്ങിയതിനു ശേഷം ട്രക്കിന്റെ ടയർ പോലത്തെ ഒരു വസ്തു കണ്ടു എന്ന് പറഞ്ഞത്. രണ്ടാമത് അദ്ദേഹം വീണ്ടും ഒന്നുകൂടെ ഒരു പരിശോധന നടത്തി എത്തിയിട്ടുണ്ട്. ഒന്നോ രണ്ടോ ടയർ കണ്ടതായുള്ള സൂചന അദ്ദേഹം പറയുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർജുന്റെ ട്രക്ക് തന്നെയാണോ എന്നുള്ള സംശയമുണ്ട്. കാരണം ആ അപകടം നടക്കുന്ന ദിവസം ഈ പ്രദേശത്ത് ഒരു ട്രക്കും ഒരു ടാങ്കറും ഉണ്ടായിരുന്നു. ടാങ്കറിന്റെ സിലിണ്ടർ ഏറെ ദൂരത്ത് നിന്ന് സിലിണ്ടർ കണ്ടെത്താനായി, പക്ഷേ ആ ക്യാബിനോ ആ വാഹനമോ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ആ ട്രക്കും ഈ പ്രദേശത്താണ് നിർത്തിയിരുന്നത്. അർജുന്റെ ട്രക്കും ഈ പ്രദേശത്താണ് നിർത്തിയിരുന്നത്. അതുകൊണ്ട് ഏത് വാഹനമാണ് അല്ലെങ്കിൽ ഏത് വാഹനത്തിന്റെ ടയറാണ് കണ്ടെത്തിയത് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും 2 ടയർ കണ്ടതായി അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാമത് അദ്ദേഹം ഈ വെള്ളത്തിലിറങ്ങി നടത്തിയ പരിശോധനയ്ക്ക് ശേഷവും അത്തരമൊരു വിവരം പറയുന്നുണ്ട്. ഇപ്പോൾ ലോറി ഡ്രൈവർ മനാഫ് അവിടേക്ക് എത്തുന്നുണ്ട്. മനാഫിനോട് കാര്യങ്ങൾ അദ്ദേഹം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. മനാഫ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും അല്പസമയത്തിനകത്ത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മനാഫ് എന്താണെങ്കിലും ആ കാര്യം വിശദീകരിക്കും മാധ്യമങ്ങളോട് ഈ സമയം തന്നെ. എന്താണെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല ഹാഷ്മി. പ്രധാനപ്പെട്ട കാര്യം, ഈ ട്രക്കിൻ്റെതെന്ന് കരുതപ്പെടുന്ന കുറച്ച് വസ്തുക്കൾ, ലോഹവസ്തുക്കളാകട്ടെ അതല്ലെങ്കിൽ തടിക്കഷ്ണമാകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ, അതൊക്കെ കണ്ടെത്തുന്നുണ്ട് ഇന്നും ഇന്നലെയുമായി നടത്തുന്ന പരിശോധനകൾ എന്നുള്ളതാണ്. പ്രതീക്ഷ നൽകുന്ന വിവരങ്ങൾ ഈ പരിശോധനയിലുണ്ട് എന്ന് കണ്ടെത്തിക്കുന്നത്. അടിയുന്നു ലോറി ആരുതാന്നുള്ളതൊന്നും അറിയില്ല. ലോറി മേലെ എത്തിയാലേ ലോറി ഏതാന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ടയറുണ്ട്, തല കീയായിട്ടാണ് കിടക്കുന്നത്. ടയർ മുകൾ ഭാഗത്തായിട്ട് അല്ല, അതിൽ അടിയിലേക്ക് ബാക്കി മണ്ണില്ല, മണ്ണിന്റെ ഉള്ളിലാണ്, മണ്ണിന്റെ അടിയിലാണ്, പുറത്ത്. 2 സൈഡ് ടയർ ഉണ്ടാവുമല്ലോ. ഓ, 2 സൈഡ് ടയർ, പിന്നെ റോഡ് ഉണ്ടാവൂലേ 2 ടയറിന്റെ ഇൻ ബിറ്റ്വീൻ. ട്രക്കിന്റെ ട്രക്കാണ് ആരതെന്നുള്ളത് അറിയില്ല. ഇവിടുന്ന് ഒരു 15 അടി താഴ്ച അറിയില്ല. ഞാൻ മാർക്ക് ചെയ്തത് എനിക്ക് കൂടുതൽ അറിയില്ല. അതാ ഇതാ നിങ്ങൾക്ക് കാണാലോ, ഇത് ഇതാ ഈശ്വർ മറ്റേ ഏകദേശം ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഈശ്വർ മാൽപ്പനോട് നമുക്ക് ചോദിക്കാം. ലക്ഷ്മൺ നായകിന്റെ കടന്റെ പിന്ന്, ഏകദേശം പിന്ന്, ഫുൾ പിന്നല്ല. ലോറി ഉടമ മനാഫ് സംസാരിക്കുകയായിരുന്നു. ലോറിയുടെ അംശം അല്ലെങ്കിൽ ട്രക്കാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഈശ്വർ മാൽപേ പറയുന്നത്. അപ്പോൾ അത് ട്രക്കാണ്, അത് തങ്ങളുടെ മനാഫിൻ്റെ ട്രക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അർജുനുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന ട്രക്ക് തന്നെയാണോ എന്ന കാര്യത്തിൽ സംശയമുള്ളൂ. അപ്പോൾ അലക്സ് റാം മുഹമ്മദ്, അലക്സ്, അപ്പോൾ അതിനടിത്തട്ടിലൊരു ട്രക്ക്, 15 അടി താഴെ ഒരു ട്രക്കുണ്ട്. ആ ട്രക്ക് ഏതാണ് എന്ന് സ്ഥിരീകരിക്കലാണ് ആവശ്യം, അല്ലേ? ഹാഷ്മി, തീർച്ചയായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു ട്രക്കാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. മനാഫ് തന്നെ പറയുന്നത് അത് അർജുൻ സഞ്ചരിച്ച ട്രക്കാണോ എന്നുള്ള കാര്യം മാത്രം സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് ചെരിഞ്ഞ നിലയിലാണ്, 2 വശത്തെയും ടയർ വിസിബിൾ ആണ്, കാണാൻ സാധിക്കുന്നു എന്ന് അതിനകത്തേക്ക് അടിത്തട്ടിൽ ഇറങ്ങി പരിശോധന നടത്തിയ ഈശ്വർ മാൽപേ തന്നെ പറഞ്ഞതായി അദ്ദേഹം പറയുന്നുണ്ട്, ലോറി ഡ്രൈവർ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സൂചന അതാ ഒരുപക്ഷെ പ്രധാനപ്പെട്ട ഒരു ലീഡായി വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. എന്താണെങ്കിലും ആ സമയത്ത് ഇവിടെ 2 വാഹനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു ടാങ്കർ ഇവിടെ ഉണ്ടായിരുന്നു, ഒപ്പം അർജുൻ സഞ്ചരിച്ച ഈ ട്രക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഈ പരിശോധന പ്രത്യേകിച്ച് ഹാഷ്മി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ നാവികസേനയും അതുപോലെ മറ്റു ഡിഫൻസും ഒക്കെ പോയിന്റ് ഔട്ട് ചെയ്ത സ്ഥലങ്ങളുണ്ടായിരുന്നു. CP 1, 2, 3, 4 എന്ന് പറഞ്ഞ കോണ്ടാക്ട് പോയിന്റുകൾ ഉണ്ടായിരുന്നു. നേരത്തെ CP4 കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നു. ഡ്രഡ്ജർ കൊണ്ട് മണ്ണ് നീക്കം ചെയ്യുന്നുള്ള പരിശോധന ആ മേഖലയിൽ നടത്തിയിരുന്നു. അവിടെ നിന്ന് മാറിയാണ്, അതായത് ആ പോയിന്റുകളിൽ നിന്ന് മാറിയാണ് ഇപ്പോൾ മാൽപേ ഈ ടയറുകൾ കണ്ടു എന്ന് പറയുന്ന സ്ഥലം. അത് ഒരുപാട് മാറിയല്ല, ഏതാണ്ട് ഒരു 50-60 മീറ്ററിനുള്ളിലാണ്. ആ CP4 എന്ന് പറയുന്ന പോയിന്റിന്റെ 30 മീറ്റർ ചുറ്റളവിൽ ഒരുപക്ഷെ ഒരു സാധ്യതയാണ് നേരത്തെ വിദഗ്ധരടക്കം കൽപ്പിച്ചിരുന്നത്. അവിടെയാണ് ഇന്നലെയും ഇന്നുമൊക്കെയായി പരിശോധന ഈ നേരം വരെ നടന്നത്. പക്ഷേ ഈശ്വർ മാൽപേ രാവിലെ മുതൽ വിവിധ ഇടങ്ങളിൽ, അതായത്
കുറച്ച് മാറി ഇവർ പ്രതീക്ഷിക്കപ്പെടുന്ന ഇടത്ത് നിന്ന് കുറച്ച് മാറിയുള്ള പരിശോധന രാവിലെ മുതൽ തന്നെ അദ്ദേഹം ഈ ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ആ പരിശോധന നേരത്തെ തൊട്ട് മുകളിൽ നടത്തി. അതിനുശേഷമാണ് അദ്ദേഹം താഴേക്കെത്തി വീണ്ടും ഈ അടിത്തട്ടിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന നടത്തിയത്. ആദ്യം അതിനുള്ളിൽ പോയി അദ്ദേഹം ടയറിന്റെ ഒരു സാന്നിധ്യം കണ്ടതായുള്ള സൂചന അദ്ദേഹം പറഞ്ഞു. അതിനുശേഷമാണ് രണ്ടാമത്തെ ഈ അടിത്തട്ടിലേക്ക് പോയുള്ള പരിശോധനയിൽ 2 ടയർ കണ്ടുവെന്നും ഒരു ട്രക്കിന്റെ അല്ലെങ്കിൽ ഒരു ലോറിയുടെ ഒരു ബോഡി അതിന്റെ 2 വശത്തുമായി ടയർ കിടക്കുന്ന ഭാഗം അത് മണ്ണിനടിയിലാണ്, 15 അടി താഴ്ചയിലാണ് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അത് ഇനി മനാഫിന്റെ ലോറിയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. മനാഫ് തന്നെ ആ കാര്യം ഇനിയും സ്ഥിരീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തങ്ങളുടെ വാഹനമാണോ എന്ന് അറിയില്ല എന്ന് മനാഫ് വ്യക്തമാക്കുന്നുണ്ട്. വിശദമായ പരിശോധന ആ മേഖലയിൽ നടത്തേണ്ടി വരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമാക്കാനുള്ളത്. അത് മാത്രമല്ല, വലിയൊരു പ്രതിസന്ധി ഇപ്പോഴുള്ളത് വേലിയേറ്റ സമയമാണ് ഹാഷ്മി. വേലിയേറ്റ സമയമായതുകൊണ്ട് തന്നെ ഈ പുഴയിൽ വെള്ളം ഉണ്ട്. വെള്ളം നേരത്തെ രാവിലെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വെള്ളമുണ്ട്. ഈ ഡ്രഡ്ജറിന്, അതായത് ഡ്രഡ്ജറിന്റെ ഈ യന്ത്രക്കൈകൾ എത്തേണ്ട പരമാവധി താഴ്ച അത് 5.5 മീറ്റർ മാത്രമാണ്. അതിനു താഴേക്ക് പോയി മണ്ണ് കോരുന്നതിന് അതിന് സാധിക്കില്ല. നേരത്തെ തന്നെ ആ CP4 പോയിന്റിൽ ഈ ഡ്രഡ്ജറിന്റെ യന്ത്രക്കൈ അത് കോരിക്കൊണ്ട് വരുന്നത് മുഴുവൻ വെള്ളമായിരുന്നു. അതായത് അത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കില്ല. വീണ്ടും അടിയിലേക്ക് മണ്ണുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഹാഷ്മി ഇവിടെ വന്ന് കണ്ട സ്ഥലമാണ്. ഈ മേഖലയാകെ അതായത് കുന്നിടിഞ്ഞു വന്ന നദിയിൽ ആകെ ഇങ്ങനെ മണ്ണിങ്ങനെ പടർന്നു കിടക്കുകയാണ്. തൊട്ടപ്പുറത്ത് മൺകൂനകൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ മണ്ണുള്ള പ്രദേശത്ത് തന്നെയാണ്, അതായത് ലക്ഷ്മണന്റെ കടയിരുന്ന കടയ്ക്ക് സമീപം മണ്ണ് നിരന്ന പ്രദേശത്ത് ഈ വെള്ളത്തിനടിയിലേക്കും മണലും മണ്ണും അതുപോലെ കല്ലും എന്തായാലും അലക്സ് അന്ന് നമ്മൾ വന്ന് കാണുമ്പോൾ കണ്ട ഗംഗാവലി ഇങ്ങനെയല്ല. അത് കനത്ത് കുത്തി ഒഴുകുന്ന വല്ലാത്ത പേടി തോന്നുന്ന പുഴയാണ്. ഇപ്പോൾ അതൊക്കെ താന്നു, വെള്ളമൊക്കെ കുറഞ്ഞു, വല്ലാതെ കുറഞ്ഞു, അടിയൊഴുക്കില്ല, സാധാരണ ഒരു പാവം പുഴ പോലെ ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. മഴയില്ല, പക്ഷേ വേലിയേറ്റത്തിൻ്റെ കാര്യം അലക്സ് മുഹമ്മദ് പറയുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുവരെ നടന്ന ഈ ട്രക്ക് കാണാതായി ഈ നാൾ വരെ നടന്ന അന്വേഷണത്തിൽ പരിശോധനയിൽ ഒരു അത്രത്തോളം പോസിറ്റീവായ ഈ ട്രക്കിൻ്റെ ടയർ കണ്ടെത്തി എന്ന തരത്തിലേക്ക് വാർത്ത വരുന്നത് ആദ്യമായാണ്. അതെന്തായാലും പോസിറ്റീവ് വാർത്ത തന്നെയാണ് ഈ സമയത്ത്